എന്നൊരു കോമഡി കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ നിന്നിട്ട് ഇപ്പോൾ 6 മാസമായി. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ചില മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ടെന്ന് വെച്ചാൽ 6 മാസമായി BJP അധികാരത്തിൽ വന്നിട്ട് മാറാത്തത് മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല വികസന രേഖ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയില്ലേ 4-4.5 വർഷം. ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് 6 മാസത്തേക്കാണോ? അല്ല, 5 വർഷത്തേക്കല്ലേ. 5 വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കിയിട്ടല്ലേ അവർ നമുക്ക് വിലയിരുത്തണ്ട. പോട്ടെ, 1 വർഷമൊക്കെ ആവട്ടെ, അപ്പോഴല്ലേ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP വിലയിരുത്തുന്ന മാധ്യമങ്ങളൊന്നും മറ്റു മേയർമാരെയോ മറ്റു കോർപ്പറേഷനെയോ മറ്റു മുനിസിപ്പാലിറ്റിയോ മറ്റു പഞ്ചായത്തുകളെയോ ഒന്നും വിലയിരുത്തുന്നില്ല. എന്താ അങ്ങനെ വിലയിരുത്താത്തെ? വിലയിരുത്തുവാണെങ്കിൽ എല്ലാവരെയും വിലയിരുത്തണ്ടേ? ഇനി എനിക്ക് പബ്ലിക്കായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം? നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി ഒരു ചേഞ്ച് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. മാക്സിമം ആൾക്കാരുടെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ എത്തുമല്ലോ. ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ പറയാം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തേക്ക് വന്നു. ഇപ്പോൾ ഒരു 6 മാസമായി വി രേഷാണ് അവിടെ മേയറായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം അവിടെ വന്ന ചില പോയിന്റുകളുണ്ട്. അവിടുത്തെ നല്ല കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ അവിടുത്തെ മേയർ ഇന്നലെ വരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അവിടുത്തെ മാധ്യമപ്രവർത്തകരോടാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ തെരുവുനായയുമായി ബന്ധപ്പെട്ടുള്ളൊരു ശല്യം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നടപടി എടുക്കും എന്ന് പറയുന്നുണ്ട്. തെരുവുനായകളെ മാറ്റി പാർപ്പിക്കാൻ അവരൊരു വലിയ ഷെൽട്ടർ പണിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് തെരുവുനായകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പബ്ലിക് സ്ഥലത്ത് നിന്നും തെരുവുനായകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ റോഡിലുള്ള തെരുവുനായകളെ മാറ്റാം എന്ന് പറയുന്ന വേറൊരു മേയറിനെ നിങ്ങൾക്കറിയാമോ? ഒരു മുനിസിപ്പാലിറ്റി ചെയർമാനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണിച്ചു തരാമോ? ആരെങ്കിലും പറഞ്ഞുള്ളത് നടപടി എടുത്തവരെ അല്ലെങ്കിൽ ഇതുപോലെ ഷെൽട്ടർ പണിഞ്ഞവരെ? ഞാൻ വിചാരിക്കുന്നു BJP അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും നല്ല കാര്യം തെരുവ് നായകളെ മാറ്റിപ്പാർപ്പിക്കും. നമ്മൾ പറയാനൊക്കെ നമ്മൾ വലിയ വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, നമ്മുടെ കയ്യിൽ വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മൾ പ്രബുദ്ധരാണ്. പക്ഷേ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ തെരുവ് നായ ഓടിച്ചിട്ട് നമ്മളെ പിടിക്കുന്നൊരവസ്ഥയുണ്ട്. കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ ഇന്ന് മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നുള്ളൂ നമുക്ക് എന്തോ വലിയ വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന്. അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? ഇതുപോലൊരു പ്രശ്നം നടക്കുന്ന നാട്ടിലിരുന്നിട്ട് നമ്മൾ എന്ത് വലിയ ഡയലോഗ് അടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പം തെരുവുനായ ശല്യത്തിന് ഒരു കൃത്യമായിട്ട് ഇതിലൊരു പരിഹാരം കാണുന്നൊരു മേയറെ ഞാൻ കണ്ടപ്പോൾ ആ മേയറിനെ പറ്റി നല്ലതല്ല പിന്നെ ഞാൻ എന്ത് പറയണം? ആദ്യത്തെ പോയിന്റ് അതാണ്. ബാക്കി ഒരു മുനിസിപ്പാലിറ്റി ഒരു പഞ്ചായത്തും ചെയ്യാത്ത ഒരു കോർപ്പറേഷനും ചെയ്യാത്ത വേറെ മേയർമാരുണ്ട്. ഇവരാരും ഇത് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം മേയർ ചെയ്തെങ്കിൽ കൈയ്യടി അറിയിക്കുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ഭൂമി ഇല്ലാത്തവർക്കും വീടില്ലാത്തവർക്കും വീട് വെച്ച് നൽകും എന്ന് പറയുന്നുണ്ട്. അതായത് ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഭരിച്ച ഒരു സംവിധാനമുണ്ട്. 10 വർഷം പിണറായി വിജയൻ ഭരിച്ചു, അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ ഭരിച്ചു, കോർപ്പറേഷൻ നിരന്തരം LDF ഭരിച്ചു. അപ്പോഴും ആ കോർപ്പറേഷന് കീഴിൽ നിരവധി ആൾക്കാർക്ക് സ്വന്തമായി വീടില്ല, സ്വന്തമായി സ്ഥലമില്ലാത്തവരുണ്ട്. അവർക്ക് വീട് വെച്ച് നൽകുമെന്നൊരു കോർപ്പറേഷൻ പറയുകയാണ്. നല്ല കാര്യമല്ലേ അത്? അടുത്തൊരു കാര്യം, ആറ്റുകാൽ അമ്പലവുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ആറ്റുകാൽ അമ്പലത്തിൽ മേയറുടെ ഒരു ഇടപെടലുണ്ടായി. ഈ ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല എന്ന് പറയുന്നിടത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വരുന്നത്. പലരും വാഹനമൊക്കെ വിളിച്ചിട്ട് റെന്റിനെടുത്തിട്ടാണ് വരുന്നത്. ഇത് തിരുവനന്തപുരത്ത് ചില ആൾക്കാർ അനധികൃത പിരിവ്, പാർക്കിംഗ് ഫീസ്, അതും 1-2 അല്ല 400-500 രൂപ മേയർ ഇടപെടുന്നു, കൃത്യമായ രീതിയിൽ നടപടിയെടുക്കും. നമ്മൾ കാണുന്നത് നമ്മൾ ഇതുവരെ വേറെ ആരും നിന്നും അത് കണ്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പിരിവുണ്ടെങ്കിൽ നേരത്തെ ഇത് അവിടെ ഉണ്ടായിട്ട് തന്നെയല്ലേ ഇത്ര ധൈര്യമായിട്ട് അവർ അടുത്ത വർഷവും തുടങ്ങിയത്? എത്ര രൂപ ഇതിനു മുമ്പ് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചിട്ടുണ്ടായിരിക്കും? അന്ന് നടപടിയെടുക്കാത്ത മേയർമാരായിരുന്നെങ്കിൽ ഇന്ന് നടപടി എടുക്കുന്ന ഒരു മേയർ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പേര് മാറ്റമൊന്നല്ലേ? ഞാൻ കാണുന്ന ഒരു വ്യക്തമായ മാറ്റം തന്നെ. കൃത്യമായി രാത്രി 11 മണിക്ക് വരെ മേയർ കോർപ്പറേഷനിൽ പണിയെടുക്കുന്നു. വ്യക്തമായ മാറ്റമാണ്. ആൾക്കാർക്ക് പോയി സംസാരിക്കാൻ പറ്റുന്നതിന് മേയറിനെ കിട്ടുന്നു. അവിടെ മാർക്കറ്റിൽ അനധികൃതമായിട്ടുള്ള പല ബിൽഡിങ്ങുകളും പൊളിച്ചെള്ളുന്നൊരു മേയറെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ മേയറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പ്രതിനിധികൾ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പിരിവ്, അനധികൃത പിരിവ്, അതായത് വെറുതെ ഇരുന്നിട്ട് കുറേ ബിൽഡിംഗ് പണിഞ്ഞ് വെച്ചിട്ട് വാടകയ്ക്കും കൊടുത്ത് നല്ല രീതിയിൽ ചില ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവരുടെ പരിപാടി നിർത്തിയിട്ടുണ്ട്. അനധികൃതമായിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു കളയുന്നുണ്ട്. അവിടെയുള്ള സാധാരണ കച്ചവടക്കാർക്ക് അത് വളരെ ഗുണകരമാണ്. അവിടെ വരുന്ന സാധനം മേടിക്കാൻ വരുന്നവർക്കും അത് ഗുണകരമാണ്. അനധികൃതമായിട്ട് കച്ചവടക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായ ഒരു മറുപടി ഈ മേയർ കൊടുക്കുന്നത്. അതുപോലെ മേയർ കെയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ വിഷ്വൽ കണ്ടാണ്. എല്ലാ കോർപ്പറേഷനിലെ കൗൺസിലർമാരും മേയർ കൂടെ ഒരു മുറിയിൽ നിന്ന് ബാഗ്, ബുക്ക് എല്ലാം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കുന്ന നമ്മൾ കണ്ടു. അത് വിതരണം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ.
അങ്ങനെ വിതരണം ചെയ്യുന്നു. ഏകദേശം 5000-ഓളം കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 5000 കണക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തിരുത്തുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു മേയറിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പോട്ടെ. വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊന്ന് മറുനാടൻ പോലുള്ള ചാനലിനകത്താണെന്ന് തോന്നുന്നു ഞാൻ ആ വിഷ്വൽ കണ്ടത്. അവിടെ വിഴിഞ്ഞം പോലുള്ള സ്ഥലത്ത് ഇതിനു മുമ്പുള്ള ഭരണസമിതി അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരുകൾ ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്നു കുറച്ച് പാവം പിടിച്ച മനുഷ്യർക്ക്. വലിയ സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ തലയിലേക്കും ഒക്കെയാണ് ഈ കോൺക്രീറ്റ് ഇളകി വീഴുന്നത്. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടൊരവസ്ഥ. അതായത് തട്ടിപ്പ്, അഴിമതി. ഫ്ലാറ്റ് നിർമ്മിക്കുന്നു, കുറച്ച് വർഷം കൊണ്ട് കഴിയാൻ ഇതെല്ലാം ഇടിഞ്ഞു വീഴുന്നു, നമ്മൾ കമ്പികൾ കാണുന്നു, അവിടെയുള്ള മനുഷ്യരുടെ ജീവൻ എന്ത് വരെയാണ്. ആ സ്ഥലത്ത് ഇടപെട്ടത് മേയറാണ്. അവിടെയുള്ള ആൾക്കാരുടെ വിഷ്വൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേയറുടെ ഇടപെടലുണ്ടാകുന്നത്, ഈ മേയറെ ഞങ്ങൾ സമ്മതിക്കുന്നതാണ് അവർ. അതായത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു 6 മാസം കൊണ്ടൊരു മേയർക്ക് എത്താൻ പറ്റുന്നുണ്ട്. 6 മാസം കൊണ്ട് എത്താൻ പറ്റുന്നുണ്ട്. അനധികൃതമായിട്ടുള്ള പിരിവില്ലാക്കുന്നു, തിരുവനായ ശല്യമില്ലാതാക്കുന്നു, മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നു, കച്ചവടക്കാർക്ക് ഗുണകരമായിട്ടുള്ള നടപടിയെടുക്കുന്നു, അനധികൃത പാർക്കിംഗ് ഫീസ് ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഇതുപോലെ അഴിമതികൾ പുറത്തുകൊണ്ടുകൊണ്ടിരിക്കുന്നു, കൃത്യമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നു. മേയർക്കർന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിക്കുന്നു, വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു. പോട്ടെ, ഇനി അടുത്തൊരു കാര്യം കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു, ഈ കോർപ്പറേഷനിൽ ഇവർ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങുന്നു എന്നൊക്കെയാണ്. പിന്നെ ഇപ്പോൾ 6 മാസം കൊണ്ടല്ലേ തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങിയത്. ഇനി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ആർക്കും നാണമില്ല. ചില ആൾക്കാരൊക്കെ അവിടെ കൊടിയും പിടിച്ച് സമരം ചെയ്യുന്നുണ്ട്, അതും ചുമന്ന കൊടി. ഇവരെയാണ് ഇത്രയും കാലം അവിടെ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? പിണറായി വിജയൻ ഉൾപ്പെടെ എന്ത് ചെയ്യായിരുന്നു? ഇത് ചോദിക്കാതെ ഇവിടെ പല ആൾക്കാർ ഇവിടെ 6 മാസം കൊണ്ട് മേയറുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് കൃത്യമായ രീതിയിൽ അവിടെ ക്ലീൻ ചെയ്ത കോർപ്പറേഷനാണ്. എന്നാലും ചില ആൾക്കാർ അതിൻ്റെ പേരിലും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന ജില്ലയിലാണ്. അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഓഫീസ് ഇരിക്കുന്നത്. ഇവിടെ മെയിൻ റോഡുകളിലൊന്നും കോർപ്പറേഷൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും കൃത്യമായ രീതിയിലൊരു പ്രോജക്റ്റ് വരണം. നല്ല രീതിയിലൊരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം പൊങ്ങുന്നത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. 5 വർഷങ്ങൾക്ക് സമയം കൊടുക്കുക. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവരോടൊപ്പം നിന്നു നോക്ക്. മാറ്റം വന്നില്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇനി കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇവർ ജയിച്ചിടം തൊട്ട് കുറേ ആൾക്കാർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കുടിവെള്ളമായ പ്രശ്നം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ അത് കോർപ്പറേഷൻ്റെ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വെള്ളം എത്തിക്കുന്ന എല്ലാം വാട്ടർ അതോറിറ്റിയാണ്. ചിലപ്പോൾ വിതരണം ചെയ്യുന്നത് കോർപ്പറേഷനായിരിക്കും. വെള്ളം എത്തിച്ച് നൽകിയാൽ അവർക്ക് വിതരണം ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന വാട്ടർ അതോറിറ്റി പണിയെടുക്കാതെ വെള്ളം എത്തിക്കാതെ കോർപ്പറേഷൻ്റെ തലയിൽ ഈ ഭാരം എടുത്ത് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവും. ഇനി സുഗതൻ എന്ന് പറയുന്നൊരു കൗൺസിലറിൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ കുറേ ആൾക്കാർ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ പ്രശ്നം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ മന്ത്രിസഭ ഇവരുടെ പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിലേക്ക് നോക്കിയിട്ട് ബഹളം വെക്കാൻ തോന്നിയിട്ടില്ലല്ലോ. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? നിയമസഭ തല്ലിപ്പൊളിച്ച കേസിലെ പ്രതി. ആ പ്രതിക്ക് വേണ്ടി ജയിൽ പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ ഒരു കൗൺസിലർ കാപ്പ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. രാജി വേണമെന്ന് പറയുന്നത്. MM മണിയുടെ പഴയ പ്രസംഗമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ പ്രസംഗമൊക്കെ കൈയടിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പം സുഗതിനെതിരെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നിങ്ങളെ തോപ്പിച്ചു എന്ന് നിങ്ങൾക്ക് ഇതുവരെ സമ്മതിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. BJP അവിടെ ജയിച്ചു എന്നും ഇവർക്ക് ആർക്കും ഇതുവരെ സമ്മതിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഞാൻ നോക്കുന്നത് ശബരിനാഥൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നമ്മുടെ മുൻ MLA ആണ് പുള്ളിക്കാരൻ. പുള്ളി എന്ത് പെർഫോമൻസാണ് ആ നഗരസഭയ്ക്കകത്ത് കിടന്ന് കാണിച്ച് CCTV ഇരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ടൂടെ? വെറുതെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കൈയോടെ പിടിക്കത്തില്ലേ? ആദ്യമേ ഇവർ പറഞ്ഞു BJPക്കാർ ചൂടുവെള്ളം കോരി ഇവരുടെ കൗൺസിലർമാരുടെ നേരെ എറിഞ്ഞു എന്ന് പറഞ്ഞു. ആദ്യമേ എറിയുന്നത് ശബരിനാഥിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം തന്നെ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. 2, ഇവർ ഈ ബഹളം എല്ലാ കോർപ്പറേഷനും നടത്തിയെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് തലേ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ശബരിനാഥൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. ഇവർക്ക് പിന്തുണയില്ലായിരുന്നു. കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ബഹളം വെച്ചത്. കുറച്ച് കഴിയാൻ നേരത്തെ വീൽ ചെയറിന് അതൊക്കെ പലരും വരുന്നു. അപ്പോൾ നമ്മളൊന്ന് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ ഡോക്ടർ പറയും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോയി. അങ്ങനെ ഇരുന്നിട്ട് പോകാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ പറയാത്ത ഡോക്ടർമാർ വരെ കേരളത്തിലുണ്ടെന്ന് ഇന്നലെ ആ വിഷ്വൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കുറേ ആൾക്കാർ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടൊക്കെ വരുന്നു, കഴുത്തിലൊക്കെ വലിയ എന്തൊക്കെയോ വെച്ച് കെട്ടിക്കൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രഹസനങ്ങളാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മാസം കൊണ്ട് കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്തൊരു മേയറിനെയാണ് ഞാൻ കാണുന്നത്. മിനിമം ഒന്നുമില്ലേലും ഒന്നും ചെയ്തില്ലേലും തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ അവർ നടപടിയെടുത്തല്ലോ എന്ന് ആദ്യം എനിക്ക് പറയാനുള്ളത്.
പിന്നെ കുറേ അഴിമതിയൊക്കെ ഇനി പുറത്തു വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണ് വിഴിഞ്ഞത്ത് ആ ഫ്ലാറ്റിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്ത് അഴിമതിയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്, ആ കമ്പി വരെ വെളി കാണുന്ന രീതിയിൽ. ഒരു 5 വർഷമായോ ആ ഫ്ലാറ്റ് പണിഞ്ഞിട്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം നല്ല രീതിയിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബാക്കിയുള്ള മേയർമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയത്തുമില്ലല്ലോ ഇവരുടെ പേരൊന്നും. ബാക്കി ഏതെല്ലാം മേയർമാരുണ്ട് ഈ നാട്ടിൽ, പക്ഷേ തിരുവനന്തപുരം മേയറിൻ്റെ പേര് മാത്രമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ കൂടുതൽ ഇപ്പം ന്യൂസ് വാല്യൂ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു ഫേസാണ് ഒരു കോർപ്പറേഷൻ്റെ മേയറായിട്ടുള്ള വി രാജേഷിൻ്റെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൂടി ഇത്രയും രീതിയിൽ കഷ്ടപ്പെട്ട് മിക്കവാറും അടുത്ത കുറേ കോർപ്പറേഷൻ കൂടെ BJP കിട്ടും, കുറേ മുനിസിപ്പാലിറ്റി കിട്ടും, കുറേ പഞ്ചായത്തും കിട്ടും, വേണ്ടി വന്നാൽ കുറേ MLA സീറ്റും കിട്ടും. ഇതാണ് ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു മേയർ ജയിച്ചപ്പോൾ തന്നെ BJPക്ക് ഇത്ര വാർത്താ പ്രാധാന്യം കിട്ടുന്നു. ഇത്രയും പണ്ടൊക്കെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി എൻ്റെ ഫേസ് എൻ്റെ ഫുൾ ഫിഗർ എന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ ഒക്കെ ഉൾപ്പെടെ എത്രയോ ഇൻ്റർവ്യൂ എടുത്തു, എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അതിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യമാണ് 10 പൈസയുടെ ചിലവില്ലാതെ തിരുവനന്തപുരം മേയറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നതിൽ പ്രത്യേകം പരിഗണിക്കുക.